ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു ഭാഗം 46. തൃത്വോപദേശത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ചില സംഗതികൾ, പ്രധാനമായി 10 സംഗതികളിലേക്ക് നമുക്ക് വരാം. അതിലൊന്ന്, പിതാവായ ദൈവം ശാശ്വതമായി സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതും. രണ്ടാമത്, പിതാവിനോട് കൂടെ പരിശുദ്ധാത്മാവ് ശാശ്വതമായി സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതും. മൂന്നാമതായി, പിതാവിനോട് കൂടെ തൻ്റെ ഏകജാതനായ പുത്രൻ ജ്ഞാനവും മഹത്വമുള്ളവനായി ശാശ്വതമായി സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതുമാണ്. നാലാമതായി, കാലസമ്പൂർണതയിൽ പുത്രൻ താഴ്മ വഹിച്ച് മനുഷ്യനായി അവതരിച്ചു. ഭൂലോകജാതനാകുന്നതിന് തിരുവിഷ്ടം തോന്നി പിതാവിനാലും പരിശുദ്ധാത്മാവിനാലും ഐക്യപ്പെട്ടു എന്നുള്ളത് മത്തായി 1:18 അതുപോലെ ലൂക്കോസ് 1:35 യോഹന്നാൻ 1:1 1:14 ഫിലിപ്പിയർ 2:7 അടിസ്ഥാനമാക്കി നമുക്ക് നോക്കാം. മത്തായി 1:18 ദൈവം മനുഷ്യനായി പിറന്നതാണ് യേശുവിൻ്റെ ജനനം എന്നുള്ളതാണ്. യേശു ജനനം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ ഭൂമിയിൽ 700 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പ്രവചനം, അത് ഇങ്ങനെയാണ് യെശയ്യാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 7:14. കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥമുള്ളത്. അതുപോലെ യേശുവിൻ്റെ ജനനം മുന്നറിയിക്കുന്നത് ദൂതൻ ഇപ്രകാരമാണ്. ലൂക്കോസ് 1:35 വാക്യങ്ങളിൽ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. കൂടാതെ എലിസബത്ത് ആത്മനിറവോടെ ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്ന വാക്കുകളുണ്ട് 41 മുതൽ. അതിങ്ങനെയാണ്: എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. കൂടാതെ മറിയയും കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള പാട്ടുകൾ ഇങ്ങനെ ആ വരികളിൽ കാണുന്നുണ്ട് 46 മുതൽ വാക്യങ്ങളിൽ. അപ്പോൾ മറിയ പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. എലിസബത്തിൻ്റേത് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പാട്ടായിരുന്നു. മറിയ പാടുമ്പോൾ അത് വിശ്വാസത്തിൻ്റേതായി മാറി. തുടർന്ന് സെഖര്യാവിൻ്റെ ഒരു പ്രവചന ഗീതം 1:68 മുതൽ 79 വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു പ്രത്യാശയുടെ ഗീതമായിരുന്നു. ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷകനായ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു എന്ന ആ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. കൂടാതെ ദൂതന്മാർ പാടുന്ന പാട്ടും അതൊരു ആരാധനാ ഗാനമായി 2-ാം അധ്യായം 14 രേഖപ്പെടുത്തിയിരിക്കുന്നു. ആട്ടിൻകൂട്ടങ്ങൾക്ക് കാവൽ നിന്ന ആ രാത്രിയിൽ ഇടയന്മാർക്ക് ദൂതൻ കൊടുക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നോക്കൂ, തുടർന്ന് ദൂതന്മാർ ചേർന്ന് ഒരുമിച്ച് ദൈവത്തെ പുകഴ്ത്തുന്നതാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള
മനുഷ്യർക്ക് സമാധാനമെന്ന്. നമുക്ക് തുടർന്ന് അർത്ഥഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.